Hi friends, welcome to the audio class sessions of Kerala PSC Online Guruji YouTube channel. This is Rohit, and in our today's history class, we are going to discuss some of the important personalities. നമ്മുടെ ഹിസ്റ്ററി ക്ലാസ്സിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ, സ്വാതന്ത്ര്യത്തിന് മുൻപ് തൊട്ടുണ്ടായിരുന്ന ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ എന്ന ഏരിയയാണ്. Important personalities. First one, Rajaram Mohan Roy. Rajaram Mohan Roy. Important points. He was known as the first modern man in India, the prophet of Indian nationalism, and he considered as the father of Indian Renaissance. The first one says so was Rabindranath Tagore. Rabindranath Tagore described him firstly as the father of Indian Renaissance. He was also known by the names the first modern man in India, prophet of Indian nationalism. Rajaram Mohan Roy, born on May 22, 1772 at West Bengal. His father was Ramakant Roy and mother Tarini Devi. The title Raja was awarded by the Mughal Emperor Akbar Shah II. He formed Atmiya Sabha in 1815. He formed Hindu College at Calcutta along with David Harre in 1817. He started a Bengali newspaper, Samvad Kaumudi, in 1821. He started a Persian newspaper, Mirat ul Akbar, in 1822. He started the Vedanta College in 1825. He found the Brahma Sabha at Calcutta on 20th August 1828. Later in 1830, it renamed as Brahmo Samaj. With the help of Rajaram Mohan Roy, the then Governor General William Bentinck abolished Sati, the practice of Sati, on 1829 December 4. On 1829 December 4, William Bentinck passed the Abolition of Sati Act. The famous painting Woman Goes Sati was a creation of Nandalal Bose. The biography of Rajaram Mohan Roy was written by Mary Carpenter. Rajaram Mohan Roy died on September 27, 1833 at Bristol, England. The mausoleum of Rajaram Mohan Roy, that means the grave. The mausoleum of Rajaram Mohan Roy was at Bristol, England. The important works of Rajaram Mohan Roy were Tawfa ul Muhyiddin in 1805 and Precept of Jesus in 1820. ഇപ്പോൾ ഇന്ത്യ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളാണ് നോക്കുന്നത്. അതിൽ ആദ്യത്തേത് രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയ് അദ്ദേഹം അറിയപ്പെടുന്നത് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവെന്നാണ്, ഫാദർ ഓഫ് ഇന്ത്യൻ റിനൈസൻസ്. രാജാറാം മോഹൻ റോയിയെ ഫാദർ ഓഫ് ഇന്ത്യൻ റിനൈസൻസ് എന്ന് ആദ്യമായിട്ട് വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. രവീന്ദ്രനാഥ ടാഗോറാണ് രാജാറാം മോഹൻ റോയിയെ ഫാദർ ഓഫ് ഇന്ത്യൻ റിനൈസൻസ്, ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിച്ചത്. ഇനി ഇദ്ദേഹം അറിയപ്പെടുന്ന മറ്റു പേരുകള് ഫസ്റ്റ് മോഡേൺ മാൻ ഇൻ ഇന്ത്യ, ഫസ്റ്റ് മോഡേൺ മാൻ ഇൻ ഇന്ത്യ, പ്രോഫറ്റ് ഓഫ് ഇന്ത്യൻ നാഷണലിസം, പ്രോഫറ്റ് ഓഫ് ഇന്ത്യൻ നാഷണലിസം. ഈ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത്
രാജാറാം മോഹൻ റോയ് ആണ്. ഇനി അദ്ദേഹം ജനിച്ചത് 1772 മെയ് 22 വെസ്റ്റ് ബംഗാളിൽ. രാജാറാം മോഹൻ റോയ് ജനിച്ചത് 1772 മെയ് 22 വെസ്റ്റ് ബംഗാളിൽ. അദ്ദേഹത്തിന്റെ പിതാവ് രമാകാന്ത് റോയിയും മാതാവ് തരിണി ദേവിയുമായിരുന്നു. അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് രമാകാന്ത് റോയ്, അമ്മയുടെ പേര് തരിണി ദേവി. ഇനി അദ്ദേഹത്തിന് രാജ എന്ന ടൈറ്റിൽ, രാജ എന്ന ബഹുമതി നൽകിയത് അന്നത്തെ മുഗൾ ചക്രവർത്തി ആയിരുന്ന അക്ബർ ഷാ രണ്ടാമനാണ്. അക്ബർ ഷാ രണ്ടാമനാണ് രാജ എന്ന ടൈറ്റിൽ റാംമോഹൻ റോയിക്ക് നൽകിയത്. ഇനി അദ്ദേഹം 1815 ആത്മീയ സഭ സ്ഥാപിച്ചു. 1815 ആത്മീയ സഭ സ്ഥാപിച്ചു. 1817 ഡേവിഡ് ഹരയോടൊപ്പം കൽക്കട്ടയിൽ ഹിന്ദു കോളേജ് സ്ഥാപിച്ചു. 1817 ഡേവിഡ് ഹരയോടൊപ്പം കൽക്കട്ടയിൽ ഹിന്ദു കോളേജ് സ്ഥാപിച്ചു. അദ്ദേഹം 1821 തുടങ്ങിയ ബംഗാളി ഭാഷയിലുള്ള പത്രമാണ് സംവാദ് കൗമുദി. സംവാദ് കൗമുദി 1821 ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് സംവാദ് കൗമുദി. 1822 അദ്ദേഹം പേർഷ്യൻ ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് മിറാത്ത് ഉൽ അക്ബർ. മിറാത്ത് ഉൽ അക്ബർ 1822. അപ്പൊ 1821 ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് സംവാദ് കൗമുദി. 1822 തൊട്ടടുത്ത വർഷം പേർഷ്യൻ ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് മിറാത്ത് ഉൽ അക്ബർ. പിന്നീട് 1825 വേദാന്ത കോളേജ് സ്ഥാപിച്ചു. 1825 വേദാന്ത കോളേജ് സ്ഥാപിച്ചു. 1828 ഓഗസ്റ്റ് 20 ബ്രഹ്മസഭ കൽക്കട്ടയിൽ രൂപീകരിക്കുന്നു. 1828 ഓഗസ്റ്റ് 20 കൽക്കട്ടയിൽ ബ്രഹ്മസഭ രൂപീകരിക്കുന്നു. ഇത് 1830 എന്തായി മാറുന്നു? ബ്രഹ്മോ സമാജായി മാറുന്നു. അപ്പൊ ബ്രഹ്മസഭ അല്ലെങ്കിൽ ബ്രഹ്മസമാജം രൂപീകരിച്ചത് എന്നാണെന്ന് ചോദിച്ചാൽ 1828 ഓഗസ്റ്റ് 20 അതിന്റെ പേര് ബ്രഹ്മസമാജം എന്നാക്കി മാറ്റിയത് 1830 ഇനി രാജാറാം മോഹൻ റോയിയുടെ സഹായത്തോടുകൂടി അന്നത്തെ ഗവർണർ ജനറൽ ആയിരുന്ന വില്യം ബെന്റിക് സതി നിർത്തലാക്കിയ വർഷമാണ് 1829. 1829 ഇന്ത്യയിൽ സതി നിർത്തലാക്കിയത്. 1829 ഡിസംബർ 4 അബോളിഷൻ ഓഫ് സതി ആക്ട് പാസാക്കിയത് അന്നത്തെ ഗവർണർ ജനറൽ വില്യം ബെന്റിക്. അപ്പൊ സതി നിർത്തലാക്കിയതുമായി ബന്ധപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ് രാജാറാം മോഹൻ റോയ് ആണ്. അതുമായി ബന്ധപ്പെട്ട ഗവർണർ ജനറലാണ് വില്യം ബെന്റിക്. അപ്പൊ സതി നിർത്തലാക്കിയ വർഷം 1829. അബോളിഷൻ ഓഫ് സതി ആക്ട് പാസാക്കിയത് 1829 ഡിസംബർ 4. ഇനി ഇതുമായി ബന്ധപ്പെട്ട് സതി അനുഷ്ഠിക്കുന്ന സ്ത്രീ എന്ന പ്രശസ്തമായ പെയിന്റിംഗ് തയ്യാറാക്കിയത് നന്ദലാൽ ബോസ്. വുമൺ ഗോസ് സതി, സതി അനുഷ്ഠിക്കുന്ന സ്ത്രീ എന്ന പ്രശസ്തമായ പെയിന്റിംഗ് തയ്യാറാക്കിയത് നന്ദലാൽ ബോസ് ആണ്. ഇനി രാജാറാം മോഹൻ റോയിയുടെ ജീവചരിത്രം എഴുതിയത് മേരി കാർപെന്റർ. ബയോഗ്രഫി ഓഫ് രാജാറാം മോഹൻ റോയ്, രാജാറാം മോഹൻ റോയിയുടെ ജീവചരിത്രം എഴുതിയത് മേരി കാർപെന്റർ. ഇനി അദ്ദേഹം മരിച്ചത് 1833 സെപ്റ്റംബർ 27 ബ്രിസ്റ്റോളിലാണ്. 1833 സെപ്റ്റംബർ 27 ലണ്ടനിലെ ബ്രിസ്റ്റോളിലാണ് അദ്ദേഹം മരണമടഞ്ഞത്. അദ്ദേഹത്തിന്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് ബ്രിസ്റ്റോളിലാണ്. ബ്രിസ്റ്റോളിൽ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് ഏത് ഇന്ത്യൻ നവോത്ഥാന നായകന്റെയാണെന്ന് മുൻപ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ആൻസർ രാജാറാം മോഹൻ റോയ് ആണ്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വർക്കുകള്, ഏറ്റവും പ്രധാനപ്പെട്ട കൃതികള് തൗഫ ഉൽ മുവയുദ്ദീൻ 1805 പ്രസിദ്ധീകരിച്ചു. പ്രിസെപ്റ്റ് ഓഫ് ജീസസ് എന്ന കൃതി 1820 പ്രസിദ്ധീകരിച്ചു.
തോഫ ഉൾ മുവയുദ്ദീൻ എന്ന കൃതി 1805, പ്രിസെപ്റ്റ് ഓഫ് ജീസസ് 1820. അപ്പൊ നമ്മൾ ആദ്യം നോക്കിയ വ്യക്തി രാജാറാം മോഹൻ റോയ്. ഇനി അദ്ദേഹം എന്തൊക്കെ പേരുകളിൽ അറിയപ്പെടുന്നു? ഫാദർ ഓഫ് ഇന്ത്യൻ റിനൈസൻസ്, ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവെന്ന് അറിയപ്പെടുന്നു. ആരാണ് വിശേഷിപ്പിച്ചത് ഇങ്ങനെ ആദ്യമായിട്ട്? രവീന്ദ്രനാഥ ടാഗോർ. ഇനി അദ്ദേഹം മറ്റേതൊക്കെ പേരിലാണ് അറിയപ്പെടുന്നത്? ഫസ്റ്റ് മോഡേൺ മാൻ ഇൻ ഇന്ത്യ, പ്രോഫറ്റ് ഓഫ് ഇന്ത്യൻ നാഷണലിസം. ഇതൊക്കെയും രാജാറാം മോഹൻ റോയ് ആണ്. ഇനി അദ്ദേഹം ജനിച്ചത് 1772 മെയ് 22 വെസ്റ്റ് ബംഗാളിൽ. അച്ഛന്റെ പേര് രമാകാന്ത റോയ്, അമ്മയുടെ പേര് തരിണി ദേവി. ഇനി അദ്ദേഹത്തിന് രാജ എന്ന ടൈറ്റിൽ നൽകിയത് മുഗൾ ചക്രവർത്തിയായിരുന്ന അക്ബർ ഷാ രണ്ടാമൻ. അക്ബർ ഷാ രണ്ടാമനാണ് രാജ എന്ന ടൈറ്റിൽ നൽകിയത്. 1815 ആത്മീയ സഭ സ്ഥാപിച്ചു. 2 വർഷം കഴിഞ്ഞ് 1817 ഡേവിഡ് ഹരയോടൊപ്പം കൽക്കട്ടയില് ഹിന്ദു കോളേജ് സ്ഥാപിച്ചു. അതിനുശേഷം 1821 ബംഗാളി ഭാഷയിൽ ഒരു ന്യൂസ് പേപ്പർ പുറത്തിറക്കി, സംവാദ് കൗമുദി. തൊട്ടടുത്ത വർഷമായ 1822 പേർഷ്യൻ ഭാഷയിൽ ഒരു ന്യൂസ് പേപ്പർ ഇറക്കി, മിറാത്ത് ഉൽ അക്ബർ. 1825 വേദാന്ത കോളേജ് ആരംഭിച്ചു. 1828 ഓഗസ്റ്റ് 20 ബ്രഹ്മസഭ രൂപീകരിച്ചു. അത് പിന്നീട് 1830 എന്തായി മാറി? ബ്രഹ്മ സമാജമായി മാറി. ഇനി 1829 സതി നിരോധിക്കുന്നതുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകൻ രാജാറാം മോഹൻ റോയ്, ഗവർണർ ജനറൽ വില്യം ബെന്റിക്. സതി നിരോധിച്ചതുമായി ബന്ധപ്പെട്ട ആക്ട് ഏതാണ്? അബോളിഷൻ ഓഫ് സതി ആക്ട്. പാസാക്കിയത് ഡിസംബർ 4, 1829. സതി അനുഷ്ഠിക്കുന്ന സ്ത്രീ, വുമൺ ഗോസ് സതി എന്ന പ്രസിദ്ധമായ പെയിന്റിംഗ് തയ്യാറാക്കിയത് നന്ദലാൽ ബോസ്. ഇനി രാജാറാം മോഹൻ റോയുടെ ബയോഗ്രഫി അല്ലെങ്കിൽ ജീവചരിത്രം എഴുതിയത് മേരി കാർപ്പന്റർ. അദ്ദേഹം മരണമടഞ്ഞത് 1833 സെപ്റ്റംബർ 27 ബ്രിസ്റ്റോളിൽ. അദ്ദേഹത്തിന്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ബ്രിസ്റ്റോളിൽ. ഇനി അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വർക്കുകൾ ഏതൊക്കെയാണ്? കൃതികള് 1805 തോഫ ഉൾ മുവയുദ്ദീനും 1820 പ്രിസെപ്റ്റ് ഓഫ് ജീസസും. നെക്സ്റ്റ് വൺ ഈസ് ദയാനന്ദ സരസ്വതി. ദയാനന്ദ സരസ്വതി. He was born in 1824 at Gujarat. He was known as the grandfather of India. His real name was Mool Shankar. His guru or teacher was Guru Vrijananda. His famous slogans were "Go back to Vedas" and "India for Indians." The theory formed by Dayananda Saraswati was Aryan origin in Tibet. His ideology was Swarajya, Swabhasha, Swadharma. He was the first one who stand for considering Hindi as our national language. He found Arya Samaj in 1875 at Bombay. The 10 principle theory was related to Arya Samaj. The conversion movement related to Arya Samaj was Shuddhi movement. He was killed by the king of Jodhpur by poisoning him in 1883. His important works were Satyartha Prakash in an autobiography style and Rigveda Bhashya Bhumika and Sanskar Vidhi. അടുത്ത നോക്കുന്നത് ദയാനന്ദ സരസ്വതി. ദയാനന്ദ സരസ്വതി അറിയപ്പെടുന്നത് ഇന്ത്യയുടെ പിതാമഹൻ എന്നാണ്, ഗ്രാൻഡ് ഫാദർ ഓഫ് ഇന്ത്യ. ഇപ്പൊ ഗ്രാൻഡ് ഫാദർ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് അല്ലെങ്കിൽ ഇന്ത്യയുടെ പിതാമഹൻ എന്നറിയപ്പെടുന്നത്
ദയാനന്ദ സരസ്വതി. അദ്ദേഹം ജനിച്ചത് 1824 ഗുജറാത്തിലാണ്. 1824 ഗുജറാത്തിൽ. അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമമാണ് മൂൽശങ്കർ. മൂൽശങ്കർ. അദ്ദേഹത്തിന്റെ ഗുരു അല്ലെങ്കിൽ ടീച്ചർ ആയിരുന്നു ഗുരു വൃജാനന്ദ്. സ്വാമി ദയാനന്ദ സരസ്വതിയുടെ ഗുരുവായിരുന്നു ഗുരു വൃജാനന്ദ്. ഇനി അദ്ദേഹം ഉയർത്തിയ പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങൾ ഏതൊക്കെയായിരുന്നു? ഗോ ബാക്ക് ടു വേദാസ്, വേദങ്ങളിലേക്ക് മടങ്ങുക. ഇന്ത്യ ഫോർ ഇന്ത്യൻസ്, ഇന്ത്യ ഇന്ത്യക്കാർക്ക്. അപ്പൊ ഈ രണ്ട് പ്രശസ്തമായ മുദ്രാവാക്യങ്ങൾ അല്ലെങ്കിൽ സ്ലോഗൻസ് ഉയർത്തിയത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ഗോ ബാക്ക് ടു വേദാസ് ആൻഡ് ഇന്ത്യ ഫോർ ഇന്ത്യൻസ്, വേദങ്ങളിലേക്ക് മടങ്ങുക, ഇന്ത്യ ഇന്ത്യക്കാർക്ക്. ഈ രണ്ട് മുദ്രാവാക്യങ്ങളും ആദ്യമായിട്ട് മുഴക്കിയത് സ്വാമി ദയാനന്ദ സരസ്വതി. ഇനി ഇദ്ദേഹമാണ് ആര്യൻ ഒറിജിൻ ഇൻ ടിബറ്റ് എന്ന് പറയുന്ന തിയറി രൂപീകരിച്ചത്. ടിബറ്റിലാണ് ആര്യന്മാരുടെ ഉത്ഭവം എന്ന തിയറി മുന്നോട്ട് വെച്ച വ്യക്തിയാണ് സ്വാമി ദയാനന്ദ സരസ്വതി. ആര്യൻസ് ഒറിജിൻ ഇൻ ടിബറ്റ് തിയറി സ്വാമി ദയാനന്ദ സരസ്വതിയുടെയാണ്. ഇനി അദ്ദേഹത്തിന്റെ ഐഡിയോളജി അറിയപ്പെടുന്നത് സ്വരാജ്യ സ്വഭാഷ സ്വധർമ്മ. സ്വരാജ്യ സ്വഭാഷ സ്വധർമ്മ. ഇനി ഹിന്ദി നമ്മുടെ ദേശീയ ഭാഷയായി അംഗീകരിക്കണമെന്ന് ആദ്യമായിട്ട് ആവശ്യം ഉന്നയിച്ച വ്യക്തിയാണ് സ്വാമി ദയാനന്ദ സരസ്വതി. ഹിന്ദി ആദ്യമായിട്ട് നമ്മുടെ ദേശീയ ഭാഷയെ അംഗീകരിക്കണമെന്ന് ആവശ്യം മുന്നോട്ട് വെച്ച വ്യക്തിയാണ് സ്വാമി ദയാനന്ദ സരസ്വതി. അദ്ദേഹം 1875 ബോംബെയിൽ സ്ഥാപിച്ച പ്രസ്ഥാനമാണ് ആര്യസമാജം. 1875 ബോംബെയിൽ സ്ഥാപിച്ച പ്രസ്ഥാനമാണ് ആര്യസമാജം. ആര്യസമാജവുമായി ബന്ധപ്പെട്ട പ്രിൻസിപ്പിളാണ് 10 പ്രിൻസിപ്പിൾസ് എന്നറിയപ്പെടുന്നത്. പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള ക്വസ്റ്റ്യനാണ് 10 പ്രിൻസിപ്പിൾസ് ഏത് സംഘടനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആര്യസമാജ്. ഇനി ആര്യസമാജവുമായി ബന്ധപ്പെട്ട് മതപരിവർത്തനം നടത്തുന്ന മറ്റുള്ളവരെ ഹിന്ദു മതത്തിലേക്ക് കൺവേർട്ട് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആര്യസമാജത്തിന് ഉണ്ടായിരുന്ന ഉപസംഘടനയാണ് ശുദ്ധി മൂവ്മെന്റ് അല്ലെങ്കിൽ ശുദ്ധി പ്രസ്ഥാനം. കൺവേർഷൻ അല്ലെങ്കിൽ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട് ആര്യസമാജത്തിന് ഉണ്ടായിരുന്ന ഉപസംഘടനയാണ് ശുദ്ധി പ്രസ്ഥാനം അല്ലെങ്കിൽ ശുദ്ധി മൂവ്മെന്റ്. 1883 ജോധ്പൂർ രാജാവിനാൽ വിഷം നൽകി കൊല്ലപ്പെട്ട വ്യക്തിയാണ് ദയാനന്ദ സരസ്വതി. അദ്ദേഹം കൊല്ലപ്പെടുകയാണ് ഉണ്ടായത് 1883 ജോധ്പൂർ രാജാവ് വിഷം നൽകി. അങ്ങനെ ആ വിഷം കഴിച്ചാണ് അദ്ദേഹം 1883 കൊല്ലപ്പെടുന്നത്. ഇനി അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ് ഒന്ന് ആത്മകഥാംശമുള്ള സത്യാർത്ഥ പ്രകാശ്. സത്യാർത്ഥ പ്രകാശ്. സ്വാമി ദയാനന്ദ സരസ്വതിയുടെ ആത്മകഥ ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം സത്യാർത്ഥ പ്രകാശാണ്. ഇനി അതുകൂടാതെ ഋഗ്വേദ ഭാഷ്യ ഭൂമിക, സംസ്കാർ വിധി. ഋഗ്വേദ ഭാഷ്യ ഭൂമിക, സംസ്കാർ വിധി ഇതൊക്കെ സ്വാമി ദയാനന്ദ സരസ്വതിയുടെ പ്രധാന കൃതികളാണ്. അപ്പോ സ്വാമി ദയാനന്ദ സരസ്വതി അദ്ദേഹം ആരാണ്? ഗ്രാൻഡ് ഫാദർ ഓഫ് ഇന്ത്യ. ഇനി അദ്ദേഹം എന്നാണ് ജനിച്ചത്? 1824 ഗുജറാത്തിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം മൂൽശങ്കർ. അദ്ദേഹത്തിന്റെ ഗുരു ആരായിരുന്നു? ഗുരു വിർജാനന്ദ്. അദ്ദേഹം ഉയർത്തിയ പ്രധാന സ്ലോഗൻസ് ഏതൊക്കെയായിരുന്നു? ഗോ ബാക്ക് ടു വേദാസ്, വേദങ്ങളിലേക്ക് മടങ്ങുക. അത് കൂടാതെ ഇന്ത്യ ഫോർ ഇന്ത്യൻസ്, ഇന്ത്യ ഇന്ത്യക്കാർക്ക്. ഇനി ആര്യൻ ഒറിജിനുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ തിയറി ഏതാണ്? ആര്യൻ ഒറിജിൻ ഇൻ ടിബറ്റ് തിയറി. ഇദ്ദേഹത്തിന്റെ ഐഡിയോളജി എന്താണ്? സ്വരാജ്യ സ്വഭാഷ സ്വധർമ്മ. ഇനി ആദ്യമായിട്ട് ഹിന്ദി ദേശീയ ഭാഷയാക്കണമെന്ന ആവശ്യം മുൻപോട്ട് വെച്ച വ്യക്തിയാണ് ദയാനന്ദ സരസ്വതി. അദ്ദേഹം 1875 ബോംബെയിൽ ആര്യസമാജം രൂപീകരിക്കുന്നു. ആര്യസമാജത്തിന്റെ പ്രിൻസിപ്പിൾസ് എങ്ങനെയാണ് അറിയപ്പെടുന്നത്? 10 പ്രിൻസിപ്പിൾസ്. ഇനി ആര്യസമാജവുമായി ബന്ധപ്പെട്ട് കൺവേർഷൻ നടത്തിയിരുന്ന ഒരു ഉപസംഘടനയാണ് ഏത്? ശുദ്ധി മൂവ്മെന്റ് അല്ലെങ്കിൽ ശുദ്ധി പ്രസ്ഥാനം. ഇനി 1883 ജോധ്പൂർ രാജാവിനാൽ കൊല്ലപ്പെട്ടു. അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ്?
ആത്മകഥാംശമുള്ള സത്യാർത്ഥ പ്രകാശ്, പിന്നീട് ഋഗ്വേദ ഭാഷ്യ ഭൂമിക, കൂടാതെ സംസ്കാർ വിധി. അത്രയാണ് സ്വാമി ദയാനന്ദ സരസ്വതി. നെക്സ്റ്റ് വൺ ഈസ് ശ്രീരാമകൃഷ്ണ പരമഹംസർ. He was born on 1836 February 18 at Bengal. His real name was Gadadhar Chattopadhyaya. His wife and first disciple, Sharadamani Devi. He was the guru or teacher of Swami Vivekananda. He was known as the saint of Dakshineshwar. He was died on 16th August 1886. Swami Vivekananda started Ramakrishna Mission on his memorial on 1st May 1897 at Belur Mutt, Bengal. അടുത്തത് ശ്രീരാമകൃഷ്ണ പരമഹംസർ. അദ്ദേഹം ബംഗാളിൽ 1836 ഫെബ്രുവരി 18 ജനിച്ചു. 1836 ഫെബ്രുവരി 18 ബംഗാളിൽ ജനിച്ച ആളാണ് ശ്രീരാമകൃഷ്ണ പരമഹംസർ. അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം ഗദാധർ ചതോപാധ്യായ. ചില സ്ഥലങ്ങളിൽ ഗദാധർ ചാറ്റർജി എന്നും പറയുന്നുണ്ട്. ഗദാധർ ചതോപാധ്യായ എന്നാണ് ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ യഥാർത്ഥ നാമം. അദ്ദേഹത്തിന്റെ ആദ്യത്തെ ശിഷ്യയും ഭാര്യയും ഒരാൾ തന്നെയാണ്, ശാരദാമണി ദേവി. അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ ശിഷ്യ. ആരായിരുന്നു? ശാരദാമണി ദേവി. ഇദ്ദേഹമായിരുന്നു സ്വാമി വിവേകാനന്ദന്റെ ഗുരു. ഇദ്ദേഹം അറിയപ്പെട്ടിരുന്നത് സെയിന്റ് ഓഫ് ദക്ഷിണേശ്വർ അല്ലെങ്കിൽ ദക്ഷിണേശ്വറിലെ സന്യാസി എന്നറിയപ്പെട്ടിരുന്ന വ്യക്തിയാണ് ശ്രീരാമകൃഷ്ണ പരമഹംസർ. അദ്ദേഹം 1886 ഓഗസ്റ്റ് 16 മരിച്ചു. ഇദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് സ്വാമി വിവേകാനന്ദൻ തുടങ്ങിയ പ്രസ്ഥാനമാണ് രാമകൃഷ്ണ മിഷൻ. മെയ് 1, 1897 ബംഗാളിലെ ബേലൂർ മഠത്തിൽ തുടങ്ങിയ പ്രസ്ഥാനമാണ് രാമകൃഷ്ണ മിഷൻ. രാമകൃഷ്ണ മിഷൻ തുടങ്ങിയത് സ്വാമി വിവേകാനന്ദനാണ്. ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ഓർമ്മയ്ക്കായാണ് തുടങ്ങിയത്. 1897 മെയ് 1 ബംഗാളിലെ ബേലൂർ മഠത്തിലാണ് ഇത് ആരംഭിക്കുന്നത്. അപ്പോ ശ്രീരാമകൃഷ്ണ പരമഹംസർ ജനനം 1836 ഫെബ്രുവരി 18 ബംഗാളിൽ. യഥാർത്ഥ നാമം ഗദാധർ ചതോപാധ്യായ അല്ലെങ്കിൽ ഗദാധർ ചാറ്റർജി. ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ ശിഷ്യ എന്ന് പറയുന്ന ആരാണ്? സ്വന്തം ഭാര്യ തന്നെയാണ്. എന്തായിരുന്നു പേരവരുടെ? ശാരദാമണി ദേവി. സ്വാമി വിവേകാനന്ദന്റെ ഗുരുവാണ് ആര്? ശ്രീരാമകൃഷ്ണ പരമഹംസർ. ഇദ്ദേഹം ഏത് പേരിൽ അറിയപ്പെട്ടിരുന്നു? സെയിന്റ് ഓഫ് ദക്ഷിണേശ്വർ അഥവാ ദക്ഷിണേശ്വറിലെ സന്യാസി എന്നറിയപ്പെട്ടു. ഇദ്ദേഹത്തിന്റെ മരണം 1886 ഓഗസ്റ്റ് 16 ഇദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് സ്വാമി വിവേകാനന്ദൻ തുടങ്ങിയ പ്രസ്ഥാനമാണ് രാമകൃഷ്ണ മിഷൻ. എന്നാണ് തുടങ്ങുന്നത്? മെയ് 1, 1897 ബംഗാളിലെ ബേലൂർ മഠത്തിലാണ് അത് തുടങ്ങുന്നത്. നെക്സ്റ്റ് വൺ ഈസ് സ്വാമി വിവേകാനന്ദ. He was known by the names the Cyclonic Hindu, Brahmin monk and a warrior prophet. Cyclonic Hindu, Brahmin monk, warrior prophet. Vivekananda known by all these names. He was born on 12th January 1863 at Calcutta. He was born on 12th January 1863 at Calcutta. His real name was Narendranath Datta. He raised the slogan "Go back to Gita"
Go back to Gita. He visited Kerala in 1892, studied Chinmudra from Chattambi Swami. He described Kerala on that occasion as the lunatic asylum. He attended the World Religious Conference in Chicago on 11th September 1893. He founded Ramakrishna Mission in 1897. The motto of Ramakrishna Mission was Atmano Mokshartham Jagat Hidaya Cha, that is, own salvation and welfare of world. His important disciple was Sister Nivedita. The real name of Sister Nivedita was Margaret Noble, and she was from Ireland. He started two magazines. Swami Vivekananda started two magazines. One in English known as Prabuddha Bharat and another in Bengali, Udbodhan. He started two magazines, one in English, that is Prabuddha Bharat, and another in Bengali, Udbodhan. His famous book was Man, the Maker of His Own Destiny. He popularized the sloga from Kadopanishad, Uttishtada Jagrada Prapyavara Nibodhada. That means, arise, awake, stop not until goal achieved. He died on 4th July 1902. The birthday of Swami Vivekananda celebrated in India as the National Youth Day. That is January 12, National Youth Day. അപ്പോൾ അടുത്തത് സ്വാമി വിവേകാനന്ദൻ. നാലാമത് പഠിക്കുന്ന വ്യക്തിയാണ് സ്വാമി വിവേകാനന്ദൻ. അദ്ദേഹം അറിയപ്പെട്ടിരുന്ന പേരുകളാണ് സൈക്ലോണിക് ഹിന്ദു, ബ്രാഹ്മിൻ മോങ്ക്, വാറിയർ പ്രോഫറ്റ്. എന്തൊക്കെയാണ്? സൈക്ലോണിക് ഹിന്ദു, ബ്രാഹ്മിൻ മോങ്ക്, വാറിയർ പ്രോഫറ്റ്. ഈ പേരുകളിലൊക്കെ അറിയപ്പെട്ടിരുന്ന വ്യക്തിയാണ് സ്വാമി വിവേകാനന്ദൻ. അദ്ദേഹം ജനിച്ചത് 1863 ജനുവരി 12 കൽക്കട്ടയിൽ. 1863 ജനുവരി 12 കൽക്കട്ടയിലാണ് സ്വാമി വിവേകാനന്ദന്റെ ജനനം. അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമമാണ് നരേന്ദ്രനാഥ് ദത്ത. നരേന്ദ്രനാഥ് ദത്ത. ഇനി അദ്ദേഹം ഉയർത്തിയ മുദ്രാവാക്യമാണ് ഗോ ബാക്ക് ടു ഗീത, ഗീതയിലേക്ക് മടങ്ങിപ്പോവുക. ഗോ ബാക്ക് ടു വേദ മുൻപ് പറഞ്ഞു സ്വാമി ദയാനന്ദ സരസ്വതി. ഇത് ഗോ ബാക്ക് ടു ഗീത, ഭഗവത്ഗീതയിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തത് സ്വാമി വിവേകാനന്ദനാണ്. ഗോ ബാക്ക് ടു ഗീത. ഇനി അദ്ദേഹം 1892 കേരളം സന്ദർശിച്ചു. ചട്ടമ്പിസ്വാമിയിൽ നിന്ന് ചിന്മുദ്ര പഠിച്ചു. അന്ന് അദ്ദേഹം കേരളത്തെ വിശേഷിപ്പിച്ചത് ഭ്രാന്താലയം എന്നാണ്, ലുണാറ്റിക് അസൈലം. ഇപ്പോ സ്വാമി വിവേകാനന്ദൻ കേരളം സന്ദർശിച്ചത് 1892. അതുമായി ബന്ധപ്പെട്ട 2 പോയിന്റുകൾ. അന്ന് അദ്ദേഹം സന്ദർശിച്ച നവോത്ഥാന നായകൻ ചട്ടമ്പിസ്വാമിയാണ്. അദ്ദേഹത്തിൽ നിന്ന് ചിന്മുദ്ര പഠിച്ചു. അതുകൂടാതെ അദ്ദേഹം കേരളത്തെ എന്താണ് വിശേഷിപ്പിച്ചത്? ലുണാറ്റിക് അസൈലം, ഭ്രാന്താലയം. കേരളം ഒരു ഭ്രാന്താലയമാണെന്ന് പറഞ്ഞത് സ്വാമി വിവേകാനന്ദനാണ്. ഇനി ചിക്കാഗോയിൽ നടന്ന ലോക മതസമ്മേളനം 1893 സെപ്റ്റംബർ 11 ചിക്കാഗോയിൽ നടന്ന ലോക മതസമ്മേളനത്തിൽ പങ്കെടുത്ത വ്യക്തിയാണ് സ്വാമി വിവേകാനന്ദൻ. ചിക്കാഗോ ലോകമത സമ്മേളനം, വേൾഡ് റിലീജിയസ് കോൺഫറൻസ് ഇൻ ഷിക്കാഗോ എന്നാണ് 1893 സെപ്റ്റംബർ 11 എന്ന് സ്വാമി വിവേകാനന്ദൻ പങ്കെടുത്തു. ഇനി അദ്ദേഹം 1897 മുൻപ് പറഞ്ഞു രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചു. 1897 രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചു. രാമകൃഷ്ണ മിഷന്റെ മോട്ടോ ആണ് ആത്മാനോ മോക്ഷാർത്ഥം ജഗത് ഹിതായച, അതായത് സ്വയം മോക്ഷമാർഗം ലോക നന്മ. അത് രണ്ടുമാണ് രാമകൃഷ്ണ മിഷന്റെ ലക്ഷ്യം, അല്ലെങ്കിൽ അതിന്റെ മോട്ടോ. ഓൺ സാൽവേഷൻ ആൻഡ് വെൽഫെയർ ഓഫ് സൊസൈറ്റി ഓർ വെൽഫെയർ ഓഫ് വേൾഡ്, അതാണ് രാമകൃഷ്ണ മിഷന്റെ മോട്ടോ. ആത്മാനോ മോക്ഷാർത്ഥം
ജഗത് ഹിതായജ. ഇനി ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ശിഷ്യന്മാരിൽ ഒരാളാണ് സിസ്റ്റർ നിവേദിത. സിസ്റ്റർ നിവേദിത സ്വാമി വിവേകാനന്ദന്റെ ശിഷ്യരിൽ പ്രധാനിയാണ്. സിസ്റ്റർ നിവേദിതയുടെ യഥാർത്ഥ നാമം മാർഗരറ്റ് നോബിൾ എന്നാണ്. മാർഗരറ്റ് നോബിൾ. സിസ്റ്റർ നിവേദിതയുടെ ജന്മദേശം അയർലൻഡാണ്. അപ്പോൾ വിവേകാനന്ദന്റെ പ്രധാന ശിഷ്യരിൽ ഒരാളാണ് സിസ്റ്റർ നിവേദിത. സിസ്റ്റർ നിവേദിതയുടെ യഥാർത്ഥ പേര് മാർഗരറ്റ് നോബിൾ. മാർഗരറ്റ് നോബിൾ ഏത് രാജ്യക്കാരിയായിരുന്നു? അയർലൻഡ്. ഇനി സ്വാമി വിവേകാനന്ദൻ ആരംഭിച്ച 2 പത്രങ്ങളുണ്ട്. ഒന്ന് ഇംഗ്ലീഷിലും ഒന്ന് ബംഗാളിയിലും. ഇംഗ്ലീഷിൽ ആരംഭിച്ച പത്രമാണ് പ്രബുദ്ധ ഭാരത്. പ്രബുദ്ധ ഭാരത്. ബംഗാളിയിൽ ആരംഭിച്ച പത്രമാണ് ഉദ്ബോധൻ. ഉദ്ബോധൻ. ഇനി അദ്ദേഹത്തിന്റെ പ്രശസ്തമായ കൃതിയാണ് മാൻ ദ മേക്കർ ഓഫ് ഹിസ് ഓൺ ഡെസ്റ്റിനി. മാൻ ദ മേക്കർ ഓഫ് ഹിസ് ഓൺ ഡെസ്റ്റിനി. ഇനി അദ്ദേഹമാണ് കഠോപനിഷത്തിലെ ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരായ നിബോധത എന്ന ശ്ലോകം പോപ്പുലറൈസ് ചെയ്തത്, ജനകീയമാക്കിയത്. ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവര നിബോധത. അത് ഏത് ഉപനിഷത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്? കഠോപനിഷത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. എന്താണ് അതിന്റെ അർത്ഥം? എറൈസ് എവേക്ക് ആൻഡ് സ്റ്റോപ്പ് നോട്ട് അണ്ടിൽ ഗോൾ അച്ചീവ്. എന്താണ് അതിന്റെ അർത്ഥം? ഉണരുക, എഴുന്നേൽക്കുക, ലക്ഷ്യത്തിലെത്തും വരെ പോരാടുക. ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവര നിബോധത. ഏത് ഉപനിഷത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്? കഠോപനിഷത്ത്. അത് പോപ്പുലറൈസ് ആക്കിയത് സ്വാമി വിവേകാനന്ദൻ. അദ്ദേഹം 1902 ജൂലൈ 4 മരണം സംഭവിച്ചു. 1902 ജൂലൈ 4 സ്വാമി വിവേകാനന്ദന്റെ മരണം. ഇനി അദ്ദേഹത്തിന്റെ ജന്മദിനമായ ജനുവരി 12 നമ്മൾ എങ്ങനെ ആഘോഷിക്കുന്നു? ദേശീയ യുവജന ദിനം, നാഷണൽ യൂത്ത് ഡേ എന്നാണ് ജനുവരി 12. നമ്മൾ പറഞ്ഞത് സ്വാമി വിവേകാനന്ദൻ. ഏതൊക്കെ പേരിലാണ് അദ്ദേഹം വിശേഷിക്കപ്പെട്ടത്? സൈക്ലോണിക് ഹിന്ദു, ബ്രാഹ്മിൻ മോങ്ക്, വാറിയർ പ്രോഫറ്റ്. അദ്ദേഹം എന്നാണ് ജനിക്കുന്നത്? 1863 ജനുവരി 12 കൽക്കട്ടയിൽ. അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം നരേന്ദ്രനാഥ് ദത്ത. ഇനി അദ്ദേഹം ഉയർത്തിയ മുദ്രാവാക്യം ഏതാണ്? ഗോ ബാക്ക് ടു ഗീത. ഗീതയിലേക്ക് മടങ്ങിപ്പോവുക. ഇനി അദ്ദേഹം കേരളം സന്ദർശിച്ച വർഷം 1892. അതുമായി ബന്ധപ്പെട്ട 2 പോയിന്റുകള്: ചട്ടമ്പിസ്വാമിയെ കണ്ട് ചിന്മുദ്ര പഠിച്ചു. രണ്ടാമത്തത് കേരളത്തെ എങ്ങനെ വിശേഷിപ്പിച്ചു? ലുണാറ്റിക് അസൈലം, ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചു. ഇനി 1893 സെപ്റ്റംബർ 11 ഷിക്കാഗോയിൽ നടന്ന ലോക മതസമ്മേളനത്തിൽ പങ്കെടുത്തു. അപ്പൊ ഷിക്കാഗോ ലോകമത സമ്മേളനത്തിൽ സ്വാമി വിവേകാനന്ദൻ പങ്കെടുത്തതാണ് 1893 സെപ്റ്റംബർ 11. ഇനി 1897 അദ്ദേഹം രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചു. രാമകൃഷ്ണ മിഷന്റെ മോട്ടോ എന്താണ്? ആത്മാനോ മോക്ഷാർത്ഥം ജഗത് ഹിതായച. ഇനി സ്വാമി വിവേകാനന്ദന്റെ പ്രധാനപ്പെട്ട ശിഷ്യയാരാണ്? സിസ്റ്റർ നിവേദിത. സിസ്റ്റർ നിവേദിതയുടെ യഥാർത്ഥ പേരെന്താണ്? മാർഗരറ്റ് നോബിൾ. മാർഗരറ്റ് നോബിൾ. മാർഗരറ്റ് നോബിൾ ഏത് രാജ്യക്കാരിയായിരുന്നു? അയർലൻഡ്. ഇനി സ്വാമി വിവേകാനന്ദൻ ആരംഭിച്ച 2 പത്രങ്ങള്: ഇംഗ്ലീഷിൽ പ്രബുദ്ധ ഭാരതും ബംഗാളിയിൽ ഉദ്ബോധനും. ഇനി അദ്ദേഹത്തിന്റെ പ്രശസ്തമായ കൃതി മാൻ ദ മേക്കർ ഓഫ് ഹിസ് ഓൺ ഡെസ്റ്റിനി. അദ്ദേഹം കഠോപനിഷത്തിൽ നിന്നും പോപ്പുലറൈസ് ചെയ്ത മുദ്രാവാക്യം ഏതാണ്? ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവര നിബോധത. എറൈസ് എവേക്ക് സ്റ്റോപ്പ് നോട്ട് അണ്ടിൽ ഗോൾ അച്ചീവ്ഡ്. ഇനി അദ്ദേഹത്തിന്റെ മരണം 1902 ജൂലൈ 4. ഇനി അദ്ദേഹത്തിന്റെ ജന്മദിനം നമ്മൾ എങ്ങനെ ആഘോഷിക്കുന്നു? ദേശീയ യുവജന ദിനമായിട്ട് ആഘോഷിക്കുന്നു. എന്നാണത്? ജനുവരി 12. നെക്സ്റ്റ് വൺ ഈസ് ദാദാബായ് നവറോജി. ദാദാബായ് നവറോജി. He was known as the Grand Old Man of India and Indian Gladstone. Grand Old Man of India, Indian Gladstone. Dadabhai Naoroji, known by these names. He was born at 1825 September 4 at Bombay.
He formed the Gyan Prakash Mandali. His famous book was Poverty and Un-British Rule in India. In this book, he described the drainage theory or the drain of wealth theory. The first Indian in the British Parliament, Dadabhai Naoroji. He found the East India Association in 1866. He was the first one to attempt to calculate the national income. He started 2 newspapers, Voice of India and Rast Goftar. He died in 1917 at Bombay. അടുത്തത് ദാദാബായ് നവറോജി. അദ്ദേഹം അറിയപ്പെടുന്നത് ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ വന്ധ്യ വയോധികൻ എന്നറിയപ്പെടുന്നത് ദാദാബായ് നവറോജിയാണ്. എന്താണ്? ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ വന്ധ്യ വയോധികൻ ദാദാബായ് നവറോജി. അദ്ദേഹം അറിയപ്പെട്ടിരുന്ന മറ്റ് പേരുകളാണ് ഫാദർ ഓഫ് ഇന്ത്യൻ പൊളിറ്റിക്സ് ആൻഡ് എക്കണോമിക്സ് എന്നുള്ളതും ഇന്ത്യൻ ഗ്ലാഡ്സ്റ്റോൺ എന്നുള്ളതും. ഗ്ലാഡ്സ്റ്റോൺ എന്ന് പറഞ്ഞാൽ ഒരു മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നു ഗ്ലാഡ്സ്റ്റോൺ. അപ്പോൾ ദാദാബായ് നവറോജി എന്ന് പറയുന്നത് ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ വന്ധ്യ വയോധികൻ. അതുകൂടാതെ ഇന്ത്യൻ പൊളിറ്റിക്സിന്റെയും എക്കണോമിക്സിന്റെയും പിതാവ്. അതുകൂടാതെ ഇന്ത്യൻ ഗ്ലാഡ്സ്റ്റോൺ എന്ന് പറഞ്ഞാൽ ഒരു മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തിയാണ് ഗ്ലാഡ്സ്റ്റോൺ. അപ്പൊ ഈ 3 പേരുകളിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് ദാദാബായ് നവറോജി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ വന്ധ്യ വയോധികൻ. പിന്നീട് ഫാദർ ഓഫ് ഇന്ത്യൻ പൊളിറ്റിക്സ് ആൻഡ് എക്കണോമിക്സ്. പിന്നീട് ഇന്ത്യൻ ഗ്ലാഡ്സ്റ്റോൺ. ഇത് 3ഉം ദാദാബായ് നവറോജിയാണ്. അദ്ദേഹം 1825 സെപ്റ്റംബർ 4 ബോംബെയിലാണ് ജനിക്കുന്നത്. 1825 സെപ്റ്റംബർ 4 ബോംബെയിൽ ജനിച്ചു. ഇദ്ദേഹം സ്ഥാപിച്ച സംഘടനയാണ് ജ്ഞാൻ പ്രകാശ് മണ്ഡലി എന്ന സംഘടന സ്ഥാപിച്ച വ്യക്തിയാണ് ദാദാബായ് നവറോജി. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ പുസ്തകമാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ദാദാബായ് നവറോജി എഴുതിയ പുസ്തകമാണ്. ഈ പുസ്തകത്തിലാണ് അദ്ദേഹം തന്റെ പ്രസിദ്ധമായ ഡ്രെയിനേജ് തിയറി അല്ലെങ്കിൽ ഡ്രെയിൻ ഓഫ് വെൽത്ത് തിയറി, ചോർച്ചാ സിദ്ധാന്തം വിശദീകരിക്കുന്നത്. ഇപ്പൊ ചോർച്ചാ സിദ്ധാന്തം അല്ലെങ്കിൽ ഡ്രെയിനേജ് തിയറിയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ദാദാബായ് നവറോജി. അത് ഏത് പുസ്തകത്തിലാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്? പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഇനി ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ് ദാദാബായ് നവറോജി. ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ് ദാദാബായ് നവറോജി. അദ്ദേഹം 1866 സ്ഥാപിച്ച സംഘടനയാണ് ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ. 1866 സ്ഥാപിച്ച സംഘടനയാണ് ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ. ഇനി നമ്മുടെ ദേശീയ വരുമാനം, നാഷണൽ ഇൻകം ആദ്യമായി കണക്ക് കൂട്ടാനുള്ള ശ്രമം നടത്തിയ വ്യക്തി ആരാണ്? ദാദാബായ് നവറോജി തന്നെയാണ്. ഫസ്റ്റ് വൺ ടു മേക്ക് അറ്റംപ്റ്റ് ടു കാൽക്കുലേറ്റ് ദ നാഷണൽ ഇൻകം. നമ്മുടെ രാജ്യത്തിന്റെ വരുമാനം, ആളോഹരി വരുമാനം ആദ്യമായി കണക്ക് കൂട്ടാൻ ശ്രമിച്ച വ്യക്തിയാണ് ദാദാബായ് നവറോജി. അദ്ദേഹം പ്രസിദ്ധീകരിച്ച 2 പത്രങ്ങളാണ് വോയിസ് ഓഫ് ഇന്ത്യയും റസ്ത് ഗോഫ്താറും. അദ്ദേഹം 1917 ബോംബെയിൽ വെച്ച് മരണപ്പെട്ടു. അപ്പോൾ ദാദാബായ് നവറോജി അദ്ദേഹം ആരാണ്? ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ വന്ധ്യവയോധികൻ. മറ്റേതൊക്കെ പേരുകൾ കൂടി അറിയപ്പെടുന്നുണ്ട്? ഫാദർ ഓഫ് ഇന്ത്യൻ പൊളിറ്റിക്സ് ആൻഡ് എക്കണോമിക്സ് എന്നും അറിയപ്പെടുന്നുണ്ട്, ഇന്ത്യൻ ഗ്ലാഡ്സ്റ്റോൺ എന്നും അറിയപ്പെടുന്നുണ്ട്. ഇനി അദ്ദേഹം ജനിച്ചത് 1825 സെപ്റ്റംബർ 4 ബോംബെയിൽ. അദ്ദേഹം സ്ഥാപിച്ച സംഘടനയാണ് ജ്ഞാനപ്രകാശ മണ്ഡലി. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ പുസ്തകമാണ്
പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഇനി ആ പുസ്തകത്തിൽ അദ്ദേഹം വിശദീകരിച്ചിരിക്കുന്ന പ്രസിദ്ധമായ സിദ്ധാന്തമാണ് ഏത്? ഡ്രെയിനേജ് തിയറി അല്ലെങ്കിൽ ചോർച്ചാ സിദ്ധാന്തം. ദാദാഭായ് നവറോജിയാണ് ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ. അദ്ദേഹം 1866 ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സ്ഥാപിച്ചു. ഇനി രാജ്യത്തെ ആളോഹരി വരുമാനം ആദ്യമായി കണക്കൂട്ടാൻ ശ്രമിച്ച വ്യക്തിയാണ് ആര്? ദാദാഭായ് നവറോജി. അദ്ദേഹം ആരംഭിച്ച 2 പത്രങ്ങൾ ഏതൊക്കെയാണ്? വോയിസ് ഓഫ് ഇന്ത്യയും റസ്ത് ഗോഫ്താറും. ഇനി അദ്ദേഹത്തിന്റെ മരണം 1917 ബോംബെയിൽ വെച്ച്. നെക്സ്റ്റ് വൺ ഈസ് ആനി ബസന്റ്. Annie Besant was born on 1847 October 1st in London. Her real name was Annie Wood. He joined the Theosophical Society in 1889. He represented the Theosophical Society in World Religious Conference in Chicago in 1893. In 1893, her first visit to India. She founded the Central Hindu School at Benares in 1898. She became the International President of Theosophical Society in 1907. She launched the Home Rule League in India in 1916. She was the first woman president of INC in the 1970 Calcutta session. She was the founder of newspapers New India and a weekly Commonweal. She died on 1933 at Adayar. Her resting place is known as Garden of Remembrance. അടുത്തത് ആനി ബസന്റ്. ആനി ബസന്റ് ജനനം 1847 ഒക്ടോബർ 1 ലണ്ടനില്. 1847 ഒക്ടോബർ 1 ലണ്ടനില്. യഥാർത്ഥ നാമം ആനി വുഡ്. യഥാർത്ഥ പേര് ആനി വുഡ്. ഇനി 1889 തിയോസഫിക്കൽ സൊസൈറ്റിയിൽ ജോയിൻ ചെയ്തു. 1889 തിയോസഫിക്കൽ സൊസൈറ്റിയിൽ ജോയിൻ ചെയ്തു. തിയോസഫിക്കൽ സൊസൈറ്റിയെ പ്രതിനിധാനം ചെയ്ത് 1893 നടന്ന ചിക്കാഗോയിലെ ലോകമത സമ്മേളനത്തിൽ പങ്കെടുത്ത വ്യക്തിയാണ് ആനി ബസന്റ്. 1893 ഷിക്കാഗോയിൽ നടന്ന ലോകമത സമ്മേളനത്തിൽ പങ്കെടുത്ത വ്യക്തിയാണ് ആനി ബസന്റ്. ആരെയാണ് ആനി ബസന്റ് പ്രതിനിധീകരിച്ചത്? തിയോസഫിക്കൽ സൊസൈറ്റിയെ. ഇനി 1893 ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് വരുന്നു. ആനി ബസന്റിന്റെ ഫസ്റ്റ് വിസിറ്റ് 1893. 1898 ബനാറസിൽ സെൻട്രൽ ഹിന്ദു സ്കൂൾ സ്ഥാപിക്കുന്നു. 1898 ബനാറസിൽ സെൻട്രൽ ഹിന്ദു സ്കൂൾ സ്ഥാപിക്കുന്നു. 1907 തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ഇന്റർനാഷണൽ പ്രസിഡന്റ് ആയിത്തീരുന്നു. 1907 തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ഇന്റർനാഷണൽ പ്രസിഡന്റ് ആയിത്തീരുന്നു. 1916 ഇന്ത്യയിൽ ഹോം റൂൾ ലീഗ് ആരംഭിക്കുന്നു. 1916 ഇന്ത്യയിൽ ഹോം റൂൾ ലീഗ് ആരംഭിക്കുന്നു. 1917 കൽക്കട്ടയിൽ വെച്ച് നടന്ന INCയുടെ സമ്മേളനത്തിൽ പ്രസിഡന്റായി. INCയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റായി. 1917 കൽക്കട്ട സെഷനിലെ പ്രസിഡന്റാണ് ആനി ബസന്റ്. ആനി ബസന്റ് അങ്ങനെ ആരായിത്തീർന്നു? INCയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റായി തീർന്നു 1917. ഇനി ആനി ബസന്റ് ആരംഭിച്ച പത്രമാണ് ന്യൂ ഇന്ത്യ. മാസികയാണ് കോമൺവീല്. പത്രത്തിന്റെ പേര് ന്യൂ ഇന്ത്യ, മാസികയുടെ പേര് കോമൺവീല്. ഇനി 1933 അടയാറിൽ മരണം. ആനി ബസന്റിന്റെ മരണം
1933 അടയാറില്. ആനി ബസന്റിന്റെ അന്ത്യവിശ്രമ സ്ഥലം അറിയപ്പെടുന്നത് ഗാർഡൻ ഓഫ് റിമംബറൻസ് എന്നാണ്. ഗാർഡൻ ഓഫ് റിമംബറൻസ്. ഇപ്പോ ആനി ബസന്റ് ജനനം 1847 ഒക്ടോബർ 1 ലണ്ടനില്. യഥാർത്ഥ പേര് ആനി വുഡ്. 1889 തിയോസഫിക്കൽ സൊസൈറ്റിയിൽ ജോയിൻ ചെയ്യുന്നു. 1893 അവരെ പ്രതിനിധീകരിച്ച് ചിക്കാഗോയിൽ നടന്ന സർവ്വലോകമത സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു. 1893 ഇന്ത്യയിലേക്ക് വരുന്നു. 1898 ബനാറസിൽ സെൻട്രൽ ഹിന്ദു സ്കൂൾ സ്ഥാപിക്കുന്നു. 1907 തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ഇന്റർനാഷണൽ പ്രസിഡന്റ് ആകുന്നു. 1916 ഇന്ത്യയിൽ ഹോം റൂൾ ലീഗ് ആരംഭിക്കുന്നു. 1917 INCയുടെ കൽക്കട്ട സെഷനിൽ പ്രസിഡന്റ് ആകുന്നു. അങ്ങനെ ആരായി മാറുന്നു? INCയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റായി മാറുന്നു. ഇനി ആരംഭിച്ച പത്രത്തിന്റെ പേര് ന്യൂ ഇന്ത്യ, മാഗസിന്റെ പേര് കോമൺവീല്. പത്രം ന്യൂ ഇന്ത്യ, മാഗസിൻ കോമൺവീല്. ഇനി 1933 അടയാറിൽ വെച്ച് മരിക്കുന്നു. അന്ത്യവിശ്രമസ്ഥലം അറിയപ്പെടുന്ന ഏത് പേരിലാണ്? ഗാർഡൻ ഓഫ് റിമംബറൻസ്. ഗാർഡൻ ഓഫ് റിമംബറൻസ് അറിയപ്പെടുന്ന അന്ത്യവിശ്രമ സ്ഥലം ആനി ബസന്റിന്റേതാണ്. നെക്സ്റ്റ് വൺ ഈസ് സുരേന്ദ്രനാഥ ബാനർജി. സുരേന്ദ്രനാഥ ബാനർജി. He was known as the Rashtraguru. Rashtraguru. He was born in Calcutta in 1848. He found the Indian National Association in 1876. In 1879, he found the newspaper The Bengali. His autobiography is A Nation in Making. He died on 1925. അടുത്തത് സുരേന്ദ്രനാഥ ബാനർജി. സുരേന്ദ്രനാഥ ബാനർജി അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് രാഷ്ട്രഗുരു എന്ന പേരിലാണ്. രാഷ്ട്രഗുരു. രാഷ്ട്രഗുരു എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് സുരേന്ദ്രനാഥ ബാനർജി. അദ്ദേഹത്തിന്റെ ജനനം 1848 കൽക്കട്ടയിലാണ്. 1848 കൽക്കട്ടയിൽ. അദ്ദേഹം 1876 സ്ഥാപിച്ച സംഘടനയാണ് ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ. 1876 സുരേന്ദ്രനാഥ ബാനർജി ആരംഭിച്ച പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ. 1879 അദ്ദേഹം തുടങ്ങിയ പത്രമാണ് ദ ബംഗാളി. ദ ബംഗാളി എന്ന പത്രം ആരംഭിച്ചത് സുരേന്ദ്രനാഥ ബാനർജിയാണ്. വർഷം 1879. ഇനി അദ്ദേഹത്തിന്റെ ജീവചരിത്രം, അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് എ നേഷൻ ഇൻ മേക്കിംഗ്. അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേരാണ് എ നേഷൻ ഇൻ മേക്കിംഗ്. അദ്ദേഹത്തിന്റെ മരണം 1925. 1925. ഇപ്പൊ സുരേന്ദ്രനാഥ ബാനർജി അറിയപ്പെടുന്നത് രാഷ്ട്രഗുരു. ജനനം 1848 കൽക്കട്ടയില്. 1876 ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ സ്ഥാപിക്കുന്നു. 1879 പത്രം ദ ബംഗാളി. അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര് എ നേഷൻ ഇൻ മേക്കിംഗ്. അദ്ദേഹത്തിന്റെ മരണം 1925. നെക്സ്റ്റ് വൺ ഈസ് സർ സയ്യദ് അഹമ്മദ് ഖാൻ. സർ സയ്യദ് അഹമ്മദ് ഖാൻ. He was born in 1817 at Delhi. 1817 at Delhi. He started the Aligarh movement in 1875. He started the Mohammedan Anglo-Oriental College in 1877. Later it became the Aligarh University in 1920.
He found the United India Patriotic Association against the formation of INC in 1888. He found the magazines Tasib al-Akhlaq, and he was died on 1898. അടുത്തത് സർ സയ്യിദ് അഹമ്മദ് ഖാൻ. 1817 ഡൽഹിയിൽ ജനിച്ചു. 1817 ഡൽഹിയിൽ ജനിച്ച വ്യക്തിയാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ. ഇനി അദ്ദേഹവുമായി ബന്ധപ്പെട്ട പ്രധാന പോയിന്റുകൾ: 1875 അദ്ദേഹം അലിഗഡ് പ്രസ്ഥാനം ആരംഭിക്കുന്നു. 1875 അലിഗഡ് പ്രസ്ഥാനം ആരംഭിക്കുന്നു. 1877 അദ്ദേഹം സ്ഥാപിച്ച കോളേജാണ് മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ്. അലിഗഡിലാണ് അത് സ്ഥാപിക്കുന്നത്. 1877 മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് അലിഗഡിൽ സ്ഥാപിച്ച വ്യക്തിയാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ. ഇനി INCയുടെ രൂപീകരണത്തിനെതിരായിട്ട് അദ്ദേഹം 1888 സ്ഥാപിച്ച സംഘടനയാണ് യുണൈറ്റഡ് ഇന്ത്യ പാട്രിയോട്ടിക് അസോസിയേഷൻ. യുണൈറ്റഡ് ഇന്ത്യ പാട്രിയോട്ടിക് അസോസിയേഷൻ എന്ന സംഘടന 1888 രൂപീകരിച്ച വ്യക്തിയാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ. ഇനി ഇദ്ദേഹം തുടങ്ങിയ മാഗസിനാണ് തസീബ് അൽ അഖ്ലാഖ്. ഇദ്ദേഹത്തിന്റെ മരണം 1898. അപ്പോ സർ സയ്യിദ് അഹമ്മദ് ഖാൻ 1817 ഡൽഹിയിൽ ജനിച്ചു. 1875 അലിഗഡ് പ്രസ്ഥാനം ആരംഭിക്കുന്നു. 1877 മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് അലിഗഡിൽ സ്ഥാപിക്കുന്നു. ഈ മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് 1920 അലിഗഡ് യൂണിവേഴ്സിറ്റിയായി മാറുന്നു. മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് അലിഗഡ് യൂണിവേഴ്സിറ്റി ആകുന്ന വർഷമാണ് 1920. ഇനി അദ്ദേഹം INCയുടെ രൂപീകരണത്തിനെതിരായി സ്ഥാപിച്ച സംഘടനയാണ് യുണൈറ്റഡ് ഇന്ത്യ പാട്രിയോട്ടിക് അസോസിയേഷൻ. വർഷം 1888. ഇദ്ദേഹം ആരംഭിച്ച മാഗസിനാണ് തസീബ് അൽ അഖ്ലാഖ്. അദ്ദേഹത്തിന്റെ മരണം 1898. നെക്സ്റ്റ് വൺ ഈസ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. He was also known as Karuna Sagar. He was born in 1820 at Bengal. He received the title Vidyasagar from Calcutta Sanskrit College. He was a social reformer, worked for widow remarriage, and he was a social reformer worked against child marriage and polygamy. He rationalized and simplified the Bengali alphabet. He was the man behind the Widow Remarriage Act 1856. He started a newspaper in Bengali, Shom Prakash. He found the Bethune Women's College in Kolkata in 1879. His famous works were Borno Parijay, Bodhoday, Benglar Idihas. He died in 1891. അപ്പോൾ അടുത്തത് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. അദ്ദേഹം അറിയപ്പെടുന്നത് കരുണാസാഗർ എന്ന പേരിലും അറിയപ്പെടുന്നു. കരുണാസാഗർ എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ജനനം 1820 ബംഗാളില്. 1820 ബംഗാളിലാണ് ഈശ്വരചന്ദ്ര വിദ്യാസാഗറിന്റെ ജനനം.
ഇനി അദ്ദേഹത്തിന് വിദ്യാസാഗർ എന്ന ടൈറ്റിൽ കിട്ടിയത് കൽക്കട്ട സംസ്കൃത കോളേജിൽ നിന്നാണ്. കൽക്കട്ട സംസ്കൃത കോളേജാണ് അദ്ദേഹത്തിന് വിദ്യാസാഗർ എന്ന ടൈറ്റിൽ നൽകിയത്. വിധവാ പുനർവിവാഹം, ശിശുവിവാഹം, ബഹുഭാര്യാത്വം എന്നിവയ്ക്കൊക്കെയായി പോരാടിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് ഈശ്വർചന്ദ്ര വിദ്യാസാഗർ. വിധവാ പുനർവിവാഹത്തിന് വേണ്ടിയിട്ടും ശൈശവ വിവാഹം, ബഹുഭാര്യാത്വം എന്നിവയ്ക്കെതിരായും പോരാടിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് ഈശ്വർചന്ദ്ര വിദ്യാസാഗർ. വിധവാ പുനർവിവാഹത്തിന് വേണ്ടിയിട്ട് പോരാടി, ശൈശവ വിവാഹത്തിനും ബഹുഭാര്യാത്വത്തിനും എതിരെ പോരാടി, പോളിഗാമിക്കും ചൈൽഡ് മാരേജിനും ഓപ്പോസിറ്റായിട്ടും വിഡോ റീമാരേജിന് അനുകൂലിച്ചും പോരാടിയ ഒരു റിനൈസൻസ് ലീഡറാണ് ഈശ്വർചന്ദ്ര വിദ്യാസാഗർ. ഇനി ഇദ്ദേഹം ബംഗാളി ആൽഫബറ്റ്, ബംഗാളി അക്ഷരമാലയെ പുനഃക്രമീകരിക്കുകയും ലഘൂകരിക്കുകയും ചെയ്തു. ബംഗാളി അക്ഷരമാലയെ പുനഃക്രമീകരിക്കുകയും ലഘൂകരിക്കുകയും ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവാണ് ഈശ്വർചന്ദ്ര വിദ്യാസാഗർ. ഇനി ഇദ്ദേഹമാണ് 1856 വിധവാ പുനർവിവാഹ നിയമം, വിഡോ റീമാരേജ് ആക്ട് 1857 കൊണ്ടുവരാൻ കാരണമായ നവോത്ഥാന നായകൻ ഈശ്വർചന്ദ്ര വിദ്യാസാഗർ. ഇനി ഇദ്ദേഹം ബംഗാളി ഭാഷയിൽ തുടങ്ങിയ ന്യൂസ് പേപ്പറാണ് ഷോം പ്രകാശ്. ബംഗാളിൽ തുടങ്ങിയ ന്യൂസ് പേപ്പർ തുടങ്ങിയത് ഈശ്വർചന്ദ്ര വിദ്യാസാഗർ. ഇനി 1879 കൊൽക്കട്ടയില് ബേത്തൂൺ വുമൻസ് കോളേജ് സ്ഥാപിക്കുന്നതിന് പിന്നിലും ഈശ്വർചന്ദ്ര വിദ്യാസാഗർ ആയിരുന്നു. ബേത്തൂൺ വിമൻസ് കോളേജ് 1879 എവിടെയാണ്? കൊൽക്കത്തയില്. അതിന് പിന്നിൽ പ്രവർത്തിച്ച വ്യക്തിയാണ് ഈശ്വർചന്ദ്ര വിദ്യാസാഗർ. ഇനി അദ്ദേഹത്തിന്റെ പ്രശസ്തമായ കൃതികളാണ് ബോർണോ പരിചയ്, ബോധോദയ്, ബംഗ്ലാർ ഇതിഹാസ്. ബോർണോ പരിചയ്, ബോധോദയ്, ബംഗ്ലാർ ഇതിഹാസ് ഇതൊക്കെ ഈശ്വർചന്ദ്ര വിദ്യാസാഗറിന്റെ പ്രശസ്തങ്ങളായിട്ടുള്ള കൃതികളാണ്. അദ്ദേഹത്തിന്റെ മരണം 1891. അപ്പോൾ ഈശ്വർചന്ദ്ര വിദ്യാസാഗർ അറിയപ്പെടുന്ന പേര് കരുണാസാഗർ. അദ്ദേഹം 1820 ബംഗാളിലാണ് ജനിക്കുന്നത്. അദ്ദേഹത്തിന് വിദ്യാസാഗർ എന്ന ടൈറ്റിൽ നൽകുന്നത് കൽക്കട്ട സംസ്കൃത കോളേജാണ്. വിധവാ പുനർവിവാഹത്തിന് വേണ്ടിയിട്ട് പ്രയത്നിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് ഈശ്വർചന്ദ്ര വിദ്യാസാഗർ. ശൈശവ വിവാഹത്തിനെതിരായും ബഹുഭാര്യാത്വത്തിനെതിരായും പ്രവർത്തിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് ഈശ്വർചന്ദ്ര വിദ്യാസാഗർ. അദ്ദേഹം ബംഗാളി അക്ഷരമാലയെ പുനഃക്രമീകരിക്കുകയും ലഘൂകരിക്കുകയും ചെയ്തു. ഇനി അദ്ദേഹത്തിന്റെ പ്രയത്നഫലമായിട്ട് ഏത് നിയമമാണ് വന്നത്? 1856 വിഡോ റീമാരേജ് ആക്ട്, വിധവാ പുനർവിവാഹ നിയമം. ഇനി അദ്ദേഹം ബംഗാളി ഭാഷയിൽ തുടങ്ങിയ ന്യൂസ് പേപ്പറാണേത്? ഷോം പ്രകാശ്. ഇനി 1879 കൊൽക്കത്തയിലെ ബേത്തൂൺ വുമൻസ് കോളേജ് ഉണ്ടാവാൻ കാരണമായ വ്യക്തിയാണ് ആര്? ഈശ്വർചന്ദ്ര വിദ്യാസാഗർ. ബേത്തൂൺ വുമൻസ് കോളേജ്, കൊൽക്കത്ത, വർഷം 1879. ഇനി അദ്ദേഹത്തിന്റെ പ്രശസ്തങ്ങളായിട്ടുള്ള കൃതികൾ ഏതൊക്കെയാണ്? ബോർണോ പരിചയ്, ബോധോദയ്, ബംഗ്ലാർ ഇതിഹാസ്. ബോർണോ പരിചയ്, ബോധോദയ്, ബംഗ്ലാർ ഇതിഹാസ്. ഇനി അദ്ദേഹത്തിന്റെ മരണം 1891. Next one is Keshav Chandra Sen. He was born in 1838 at Calcutta. He joined the Brahmo Samaj in 1857. He established the Sangat Sabha in 1860. He formed the Ved Samaj along with Sridharlu Naidu at 1864. He formed the Brahmo Samaj of India or the Indian Brahmo Samaj in 1866. He formed the Indian Reform Association in 1870 and he died in 1884 at Calcutta. അടുത്തത്
കേശവ് ചന്ദ്ര സെൻ. അദ്ദേഹത്തിന്റെ ജനനം 1838 കൽക്കട്ടയിലാണ്. 1838 കൽക്കട്ടയിലാണ് കേശവ് ചന്ദ്ര സെൻ ജനിക്കുന്നത്. അദ്ദേഹം ബ്രഹ്മസമാജത്തിൽ ചേർന്ന വർഷം 1857. 1857 കേശവ് ചന്ദ്ര സെൻ ബ്രഹ്മസമാജത്തിൽ അംഗമാകുന്നത്. 1860 അദ്ദേഹം സ്ഥാപിച്ച സംഘടനയാണ് സംഗത് സഭ. 1860. ഇനി 1864 ശ്രീധരലു നായിഡുവിനോടൊപ്പം ചേർന്ന് സ്ഥാപിച്ച സംഘടനയാണ് വേദ് സമാജ്. വർഷം 1864. അപ്പോൾ അദ്ദേഹം 1857 ബ്രഹ്മസമാജത്തിൽ ജോയിൻ ചെയ്തു. 1860 സംഗത് സഭ സ്ഥാപിച്ചു. 1864 ശ്രീധരലു നായിഡുവിനോടൊപ്പം എന്ത് സ്ഥാപിച്ചു? വേദ് സമാജം. പിന്നീട് 1866 അദ്ദേഹം സ്ഥാപിച്ചതാണ് ബ്രഹ്മസമാജ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യൻ ബ്രഹ്മസമാജം. ബ്രഹ്മസമാജ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യൻ ബ്രഹ്മസമാജം കേശവ് ചന്ദ്ര സെൻ സ്ഥാപിച്ച വർഷമാണ് 1866. ഇനി അദ്ദേഹം 1870 സ്ഥാപിച്ച സംഘടനയാണ് ഇന്ത്യൻ റിഫോം അസോസിയേഷൻ. 1870 ഇന്ത്യൻ റിഫോം അസോസിയേഷൻ. ഇനി 1844 കൽക്കട്ടയിൽ വെച്ച് അദ്ദേഹത്തിന്റെ മരണം. 1884 കൽക്കട്ടയിൽ വെച്ച് മരണം. അപ്പോൾ കേശവ് ചന്ദ്ര സെൻ 1838 കൽക്കട്ടയിൽ ജനിക്കുന്നു. 1857 ബ്രഹ്മസമാജത്തിൽ ജോയിൻ ചെയ്യുന്നു. 1860 സംഗത് സഭ സ്ഥാപിക്കുന്നു. 1864 ശ്രീധരലു നായിഡുവിനോടൊപ്പം വേദസമാജം സ്ഥാപിക്കുന്നു. 1866 ബ്രഹ്മസമാജ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യൻ ബ്രഹ്മസമാജം സ്ഥാപിക്കുന്നു. 1870 ഇന്ത്യൻ റിഫോം അസോസിയേഷൻ സ്ഥാപിക്കുന്നു. 1884 കൽക്കട്ടയിൽ വെച്ച് മരണം സംഭവിക്കുന്നു. So friends, this is all about the first part of famous personalities. We will discuss the remain in our next class. തുടർന്ന് വരുന്ന ഭാഗത്തിൽ നമുക്കിതിന്റെ മറ്റ് പാർട്ടുകൾ കൂടുതൽ ആൾക്കാരെ ഉൾപ്പെടുത്തിയുള്ള മറ്റ് പാർട്ടുകൾ നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യാം. നന്ദി.